ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടയ്ക്ക വീഡിയോ ആയിട്ടല്ല. സത്യം പറഞ്ഞാൽ ഏകദേശം 1 year ആയി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. ജസ്റ്റ് ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതല്ലേ. അപ്പം എന്തായാലും ഷൂട്ട് ചെയ്തതല്ലേ, ആദ്യമായിട്ട് എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഇതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫിൻ്റെത്. അപ്പം എന്തായാലും ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താ പറയുക, അതുകൊണ്ടാണ് ഇങ്ങനൊരു 1 year ആയി ശരിക്കും ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ കാര്യങ്ങൾക്ക് ഞാൻ മറന്നു പോയിക്കില്ല എന്തൊക്കെയാണെന്ന്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ഓർക്കുന്നത്. അപ്പം എന്താ പറയുക, വീഡിയോ എന്തായാലും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആക്ച്വലി ഈ എല്ലാ ഡേയും ഒരുപോലെ അല്ല. പക്ഷേ ഇന്നൊരു സൺഡേ ആണ്. ഇന്നത്തെ വിശേഷങ്ങൾ പോലെ ആയിരിക്കും പിന്നെ നാളത്തെ വിശേഷം. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ എഴുന്നേറ്റു, പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളിനി നേരെ കുക്കിങ്ങിനകത്താണ് പോകുന്നത്. അപ്പം എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കഴിക്കാൻ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കില്ല. കാരണം അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ കൂടെ എടുക്കാൻ എന്തായാലും ലേറ്റാവും. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുക്കില്ല. മുട്ടക്കറിയും ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. അതൊന്നും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കേക്ക് എന്തെങ്കിലും മേടിക്കാനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഫ്രഷ് മാർക്കറ്റ് അല്ല, ഫ്രഷ് കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. അവിടെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഏത് മീനാണ് മേടിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. 1 year ആയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വരുവാണ് ഫിഷൊക്കെ മേടിച്ചിട്ട്. ഹൈലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആക്ച്വലി ഞാൻ മറന്നുപോയി, അതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ 1 year മേളിലായി. അപ്പം ഫിഷ് ഫ്രൈയും ചെയ്തു. പിന്നെ മുളകിട്ട മീൻകറിയാണ്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം മുളകിട്ട മീൻകറിയും ഫ്രൈയും ആയിരുന്നു അന്നത്തെ ഉച്ചക്കൊക്കെ ഇല്ല. പിന്നെന്താ, നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണ്. മീൻകറിയും കടല റോസ്റ്റ് ചെയ്തതും പിന്നെ ആ ഗ്ലാസ്സിൽ ഒരു സംഭാരം ഉണ്ട്. അതായിരുന്നു അന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. സൺഡേ ആണല്ലോ അല്ലേ. അപ്പം അത് നമ്മൾ പോയത് ഫോറം മാളിലായിരുന്നു. അതായത് ഫോറം മാള് ഓപ്പൺ ചെയ്ത് 2-3 ദിവസമാണ്. അപ്പം നമ്മൾ പിന്നെ എന്തായാലും ന്യൂലി വന്നൊരു മാളല്ലേ എന്ന് വെച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫോറം മാൾ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാറില്ല. അപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് എത്ര നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് എന്നുള്ള കാര്യം. ശരിക്കും ഓരോരോ കാരണങ്ങളും ജീവിതമല്ലേ, ഓരോ പ്രശ്നങ്ങൾ കാരണം ഡിലേ ആയിപ്പോയൊരു വീഡിയോ ആണ്. ജീവിതം എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പോലെ ഒരിക്കലും ജീവിതം പോക്കില്ലല്ലേ. ജീവിതത്തിൻ്റെ ഇഷ്ടത്തിനല്ലേ പോക്കുള്ളൂ. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ കൂടെ ഒരിക്കലും, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തൊന്നും ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റണമെന്നില്ല. അതാണ് ജീവിതം. അപ്പം ഈ ഫോറം മാളിൽ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം നമ്മൾ പോയത് ഓപ്പണിങ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എന്താ പറയുക,
ബേസിക്കലി എനിക്ക് ഫോണമ്മാണ് വലിയ ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. ഇൻറ്റീരിയർ വൈസൊക്കെ നല്ല രസമുണ്ട് കാണാനും ഒക്കെ. പക്ഷേ എനിക്ക് പൊതുവേ ലുലു മാളാണ് ഇഷ്ടം. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഫോണമ്മാൾ അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല. ഇൻറ്റീരിയറൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളി ഇൻറ്റീരിയറും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയ്ക്കങ്ങോട്ട് സാധാരണക്കാർക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമായില്ല ഫോണമ്മാൾ. ഒരു പ്രാവശ്യം ഞാൻ ഫോണമ്മാളിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിന് ശേഷം എൻ്റെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് ആയിരുന്നു. അവസാനമായിട്ട് സന്തോഷത്തോടെ പോയൊരു സ്ഥലം ഫോണമ്മാളാണ്. അതിന് ശേഷം ഫുള്ള് ദുഃഖങ്ങളും ട്രാജഡി ആയിരുന്നു എൻ്റെ ലൈഫിൽ. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഫോണമ്മാൾ എനിക്ക് അത്രയ്ക്കങ്ങോട്ട് എനിക്ക് സുഖം തോന്നിയില്ല. ഇനി ഫോണമ്മാളിനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അത്രയ്ക്കങ്ങോട്ട് എന്തോ ഒരു ഇത് തോന്നിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഡിന്നറ് കസിൻസുമായിട്ട് കഴിക്കാൻ പോയി. വേറെ പ്രത്യേകിച്ചൊന്നും ആ സൺഡേയിൽ ഉണ്ടായിരുന്നില്ല. ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഡെയിൻ മൈ ലൈഫ് ഒരു അലിക്കുളിക്ക് ഡെയിൻ മൈ ലൈഫ് ആയിരുന്നു. ഇനിയൊരു ഡെയിൻ മൈ ലൈഫ് കുറച്ചും കൂടെയൊക്കെ ബെറ്ററാക്കി ചെയ്യാൻ പറ്റിയാൽ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടാറുള്ളൂ. എന്നാലും ചിലരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരാണ് എൻ്റെ മോട്ടീവ് പിന്നെയും വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, ബൈ.